സൂറത്ത് 27 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക്, ബറൂച്ച് 78 കിലോമീറ്റർ നേരെ. ഈ സൂറത്തെ ഞാനും രാജേഷൂടെ ഒത്തിരി വർഷം മുന്നിലാണ്, എനിക്ക് തോന്നുന്നത് 2005-2006 ഒരു ട്രിപ്പ് വന്നതാണ് ഞങ്ങളുടെ രണ്ടുകൂടെ. അത് നല്ല വേനൽ സമയത്തായിരുന്നേ, ഭയങ്കര ചൂടും. ഐലൻഡ് വണ്ടിയല്ല, സിംഗിൾ വണ്ടി. എൻ്റെ പൊന്നെ എന്നാ ചൂടായിരുന്നു, പൊടിയും ഭയങ്കര പൊടിയും, പെട്ടുപോയി. ഞാനേ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു ഓൾഡ് മെമ്മറീസ് ഒന്നും ഇല്ലേന്ന്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ലോഡ് എന്നെ ഇറക്കിയെന്ന് ഞാനിപ്പോൾ മറന്നുപോയി. അവിടെ ലോഡ് ഇറക്കി ഒരു 1-2 ദിവസം കിടന്നിട്ട് ലോഡായില്ല, ലോഡ് ഭയങ്കര മടുപ്പായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു ലോഡ് കിട്ടി. എന്നാന്നറിയോ, ഈ റിലയൻസിൻ്റെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് മുത്തുണ്ട്, പ്ലാസ്റ്റിക് ഈ പൈപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം, പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മണി എന്ന് പറയും. ഇങ്ങനെ ബോളായിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സാധനം, അത് ഈ പ്ലാസ്റ്റിക് പൈപ്പും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഫൈബർ പൈപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ആ ലോഡാണ് കിട്ടിയത്. ആ ലോഡ് എന്നിട്ട് ഇവിടെ റിലയൻസിൻ്റെ കമ്പനിയിൽ പോയി കയറണം. ഇത്രയും വലിയ കമ്പനിയല്ലേ, എൻ്റെ പൊന്നെ. ഒരു ദിവസം അവിടെ പോയി കിടന്ന് എന്നിട്ട് ഈ കമ്പനിയുടെ ഭയങ്കര നിയമങ്ങളും, കമ്പനിയുടെ വെളിയിൽ ഇങ്ങനെ കിടക്കണം. എന്നിട്ട് വണ്ടി അനൗൺസ് ചെയ്യും, അപ്പോൾ അതനുസരിച്ചിട്ട് കമ്പനി കയറ്റത്തുള്ളൂ. അയ്യോ, ഒരു ദിവസം ഫുള്ള് അവിടെ പോയി കിടന്ന് പിറ്റേ ദിവസം അവിടെ ലോഡ് കയറ്റിപ്പോൾ തീ വെയിലും പൊടിയും. 2 പേരെ കയറ്റി വിടുകയായിരുന്നു തോന്നുന്നു. ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല ശരിക്കും, ഒത്തിരി വർഷമായതുകൊണ്ട്. ഞാനും ഭയങ്കര പാടുപെട്ടു. വെള്ളമൊക്കെ എത്ര കുടിച്ചാലും മൂത്രമൊന്നും പോകത്തില്ല, ചൂട്. അയ്യോ, ചെലവില്ലല്ലോ, ആഹാരം കഴിക്കണ്ടല്ലോ, വെള്ളം കൂടി മാത്രം പോരെ. അത് ശരിയാ. എന്തോരം ലോഡ് കയറ്റിയ വണ്ടിയല്ലേ. അതെനിക്കൊന്ന് ഇവിടെ ഇറക്കാൻ വന്നാണോ? ഇറക്കാൻ വന്നാ കേട്ടോ. അവിടെ എന്തോ കമ്പനിയാണ്, ഇതെല്ലാം ഇറക്കാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളാണ് കേട്ടോ. എന്തേരാന്ന് നോക്കിയേ, അതേ പുറകോട്ടും കിടക്കുന്നു ഇഷ്ടം പോലെ വണ്ടികൾ, ഒത്തിരി വണ്ടികളുണ്ട്. ഇതിങ്ങനെ വന്ന് ലൈനായിട്ട് കിടക്കണം, നമ്പർ അനുസരിച്ചൊക്കെ ഇറക്കത്തുള്ളൂ. ചിലപ്പോൾ 2, 3, 4 ദിവസം കിടക്കേണ്ടി വരും. ട്രാക്ടർ ബ്രേക്ക് ഡൗൺ ആയി, കരിമ്പ് വണ്ടി. ട്രാക്ടറല്ലേ ശരിക്കും പറഞ്ഞാൽ കൃഷിക്ക് എന്തെല്ലാം എക്യുപ്മെന്റ്സ് ഉണ്ടല്ലേ, കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള നമുക്കൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത സൈസാണ്. ഇതേ ഒരെണ്ണം കൂടെ ആ സൈസ് പോകുന്നുണ്ട്. മുന്നേ 2 സൈസ് ടയറാണ് ബാക്കി കിടക്കുന്നത്. അത് ലെഫ്റ്റിൽ വലുതും ഇത് വല സൈഡിൽ ചെറിയ ടയറും പോലെ തോന്നുന്നു. അതെ, അവിടെ വരെ 6 ലൈൻ ഉണ്ടായിരുന്നു, ഇത് ഇവിടുന്ന് 4 ലൈനായി. ഓക്കെ, കരിമ്പ് വണ്ടിയിൽ പറഞ്ഞാണ്ട. അതെ, ഓക്കെ, അതെല്ലാം ഉരച്ച് അങ്ങ് പോയി. ഓക്കെ, ആ വണ്ടിക്കാരൻ്റെ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്നാന്നറിയോ, കുറേ നേരമായിട്ട് നമ്മുടെ പുറകിൽ നിന്ന് വന്നാ ഇപ്പം ഓണടിച്ച് വരുമായിരുന്നു. അല്ല, കയറ് പൊട്ടിയെന്ന് തോന്നുന്നു. പൊട്ടിയില്ലെന്ന് തോന്നുന്നു, ഊരി പോന്നല്ലേ. നമ്മളീ പോകുന്ന കൈവിടെ ലെഫ്റ്റ് സൈഡേ സൂററ്റ് ടൗണിന്റെ ഭാഗങ്ങളാ, വലിയ ടൗണാ സൂററ്റ്. ഇവിടെ നല്ല ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ, വില കുറച്ച്. ഇവിടെ ഒരുപാട് തുണിമില്ലുകളൊക്കെ ഉണ്ട്. ഡ്രസ്സുകളൊക്കെ കൂടുതലും ഇവിടുന്നൊക്കെയാ വരുന്നത്, സൂറത്തിൽ നിന്നൊക്കെയാ വരുന്നത്. ഞങ്ങളന്ന് സൂറത്ത് വന്നിട്ടേ തുണിയൊക്കെ ഏതാണ്ട് മേടിച്ചോണ്ട് വന്നായിരുന്നു അന്ന്. ആണോ? ശരി, അച്ഛമ്മയ്ക്കും അമ്മച്ചിക്കും ഒക്കെ ഓരോ സാരി എങ്ങാണ്ട് മേടിച്ചോണ്ട് വന്നായിരുന്നു. അത് തന്നെ, ഇതെല്ലാം ടൗണിലേക്കുള്ള വഴിയാ സൂറത്ത്. സൂറത്തിലേ ന്യൂസ് കണ്ടായിരുന്നല്ലോ, ഏതാണ്ട് പുതിയൊരു വജ്രത്തിന്റെ എന്തോ ഒരു സംഭവം, വലിയൊരു ഷോപ്പിംഗ് മാൾ ആയതുകൊണ്ട് തുറന്നേക്കുന്നത്. വജ്രങ്ങളുടെയോ? വജ്രങ്ങളുടെ ലോകത്തിലെ ഭയങ്കര സംഭവമാന്നൊക്കെ പറഞ്ഞ വാർത്ത. ഞാൻ നന്നായിട്ട് ഓർക്കുന്നില്ല. ഈ തുണി വ്യവസായമൊക്കെ പോലെ തന്നെ വജ്ര വിതരണത്തിന്റെ ഒരു മെയിൻ കേന്ദ്രമാണ് ഈ സൂററ്റ്. ഒരുപാട് വജ്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. മേടിച്ചോണ്ട് പോയാലോ? കുറച്ചോ? 1-2 കിലോയൊക്കെ. നമുക്ക് അതിനെ കുറിച്ചൊന്നും ആലോചിക്കാം. അതെ, എന്നാ പിന്നെ ഇവിടുന്നേ തിരിച്ചൊരു ലോഡ് അങ്ങ് എടുത്താലോ? തിരിച്ച് വജ്രം ഒരു ലോഡ് അങ്ങ് കിട്ടുമെന്ന് നോക്കാം. അതെ. റോഡ് വീണ്ടും 6 ലൈനിലേക്ക് എത്തി. അതിനാണ് ഇടയ്ക്ക് കുറച്ച് ഭാഗം 4 ലൈനായിരുന്നു. ഈ അറബിക്കടലിന്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ പട്ടണമായി സൂററ്റ്. ഇന്ത്യയിലെ ഈ വജ്രവ്യാപാരത്തിന്റെ 70% സൂററ്റിൽ നിന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 40% വ്യാപാരികളും ഈ സൂററ്റിലുള്ളവരാ. വജ്രത്തിന്റെ വ്യാപാരികളാണോ? അതെ, അതുകൊണ്ട് തന്നെ ഈ സൂററ്റിനെ ഡയമണ്ട് സിറ്റി എന്നാ പറയുന്നത്. അല്ലെങ്കിലും ഗുജറാത്തുകാരെല്ലാം ഭയങ്കര ബിസിനസ്സുകാരാ. ഈ തുണിക്കുള്ള നൂല് തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ലോഡ് വരുന്നുണ്ട്. നൂല് സിൽക്ക് സിറ്റി എന്നും പറയും. അതുകൊണ്ട്
സൂററ്റിനെ? തപി റിവർ ബ്രിഡ്ജ് 438.8 മീറ്റർ നീളം പാലത്തിന്റെ. ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ തപി റിവറിൽ. ഈ നദിയെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിൽ കൂടെ മധ്യപ്രദേശിൽ കൂടെ ഒഴുകുന്ന നദിയത് തപി റിവർ. ആ, അപ്പോഴേ തപി നദിയുടെ തീരത്താണ് സൂററ്റ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിന്റെ സൈഡിൽ കണ്ടുവരുന്നല്ലോ. അത് അറബിക്കടലിൽ ആ സൈഡ് കടല് വരുമ്പം അതെ അതെ. ഒരു സൈഡ് മൊത്തം വാഴ കൃഷി. വാഴ കൃഷി തന്നെയല്ലേ? അതെ, കരിമ്പ് കൃഷിയുണ്ട്. അല്ല, അവിടെ വാഴ നിൽക്കുന്നുണ്ടോ? ഒരു 10 ഏക്കറെങ്കിലും കാണും. ഫുള്ള് നോക്കിയാ ആ, ഒത്തിരി ഉണ്ട് കേട്ടോ, അങ്ങോട്ടുണ്ട്. ഈ നദിയിലെ വെള്ളമൊക്കെ ഒഴുകി അറബിക്കടലിലേക്കാണല്ലോ ചെല്ലുന്നത്. അതാണ് നോം ഉദ്ദേശിച്ചത്. അടുത്ത ടോൾ പ്ലാസ ഉടൻ തന്നെ ഉണ്ട്, കരുതിയിരുന്നോളുക. എല്ലാം കൊണ്ടുപോയി മൊത്തം ഒരു തിരക്കല്ലേ? അതെ, മൊത്തം തിരക്ക എല്ലായിടത്തും വണ്ടിയായിട്ടും അല്ലേ. ഈ ഹൈവേ കയറിയപ്പോ തൊട്ട് ഇതൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ തിരക്ക്. സാധാരണ വരുന്നതനുസരിച്ച് അത്ര തിരക്കില്ല, വണ്ടികൾ കുറവാണ്. നമ്മളെ പണ്ട് വന്നപ്പോ രാത്രിയിലേ ഇത് ഇവിടെ രാത്രിയിലെ പാസ്സായി പോകുന്നത്. അതെ അതെ. ഇവിടെ എത്ര രൂപയാണ്? 455. അതെ. ഇതാണ് ഇത് കാറിനും ജീപ്പിനും വാനിനും ഒക്കെ മാത്രമായിട്ടുള്ള അവിടുത്തെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എല്ലാരും അപ്പുറത്തൂടാണല്ലോ പോകുന്നത്. എല്ലാവരും ഇപ്പൊ അപ്പുറത്തൂടെ വരുന്നത്. ഇതുണ്ടോ ഇങ്ങോട്ടുള്ള എന്തേരം വണ്ടിയാണ് നിൽക്കുന്നതെന്ന് നോക്കിയേ. കരിമ്പ് വണ്ടിയൊക്കെ മുമ്പേ ഞാൻ നോക്കുമ്പം ഈ സ്പീഡ് ട്രാക്കിൽ കൂടെ ഒരു കരിമ്പ് വണ്ടി വരുന്നേ, ട്രാക്ടർ. ഏറ്റവും റൈറ്റ് സൈഡിൽ കൂടെ നമ്മുടെ ഓപ്പോസിറ്റ് വന്നാ. എന്ത് ലോറികളാണ് കിടക്കുന്നല്ലേ? ലോറികൾ ഇഷ്ടം പോലെ. ഇതെല്ലാം ടിപ്പറുകളൊക്കെയാ. എന്നാണല്ലോ ഗുജറാത്തിൽ അതുപോലെ കമ്പനികൾ ഫാക്ടറികൾ ഉണ്ടല്ലോന്നേ, അതുകൊണ്ടാണ് ഇത്രയും വണ്ടികൾ. അപ്പം നമ്മൾ സൂറത്ത് കഴിഞ്ഞു, ഇനി നമ്മൾ ബറോഡ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ബസ്സൊക്കെ കയറ്റുന്ന ലോഡ് കണ്ടോ? നൈറ്റ് സർവീസ് ബസ്സാണ്. ദേ ഇതായിരിക്കും മിക്കവാറും ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ പണി നടക്കുന്ന ഇതായിരിക്കും കേട്ടോ. ഇത് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഇത് അതിനൊരു സാധ്യതയുണ്ട്. ഇതുണ്ടോ ഇവിടെ സ്പീഡ് ക്യാമറ ഉണ്ട് കേട്ടോ. അവര് റൈറ്റ് സൈഡിൽ വന്ന് കിടക്കുന്നല്ലേ? അതാ അപ്പുറത്തേക്ക് റൈറ്റിലേക്ക് തിരിയുന്ന കറുകാരെ പിടിക്കാനാ. അല്ലല്ല, റൈറ്റ് സൈഡിൽ വന്നതെന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുന്ന അവിടെ ഒരു ഈ 3 ട്രാക്ക് കഴിഞ്ഞിട്ട് ഒരു കുറച്ചിടെ അവിടെ ഉണ്ടല്ലോ, ആ ട്രാക്കിലാണ് അവർ കിടക്കുന്നത്. എവിടെ നോക്കിയാലും ലോറികൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഇഷ്ടം പോലെ ഹോട്ടലും അല്ലേ? അതെ അതെ. നല്ല അടിപൊളി വാഷ്റൂം ഒക്കെ ഉണ്ടെന്ന് കേട്ടോ. നല്ല ഹോട്ടലാ, എല്ലായിടത്തും നല്ല പാർക്കിങ്ങും. വാഷ്റൂമിന്റെ കാര്യം പറഞ്ഞാലേ നല്ല വാഷ്റൂം കേട്ട് കഴിഞ്ഞാൽ മെയിൻ ഡ്രൈവർക്ക് അന്നേരം ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറയും. നല്ലതാണെന്ന് നോക്കിയിട്ട് വരാം. എനിക്കല്ലേ വാഷ്റൂമിന്റെ ആവശ്യം, നിങ്ങൾക്ക് പിന്നെ എവിടെ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇത് എന്നത്തിന് ഈ ടാങ്ക് ഉണ്ടോ? ഇത് GWSSB സൂററ്റ്. അതെ, നമുക്കൊരു ടീ അങ്ങോട്ട് സാപ്പിട്ടാലോ? ടീ സാപ്പിടുമോ? ഏതെങ്കിലും ഹോട്ടലിൽ നോക്കി നിർത്താം. ഏതെങ്കിലും ഹോട്ടലിൽ നിർത്തിക്കോ. ടയറും ഒക്കെ തട്ടി നോക്കി. കുറെ നേരമായിട്ട് ടയറൊന്നും നോക്കി. നല്ല വാഷ്റൂം ഒക്കെ ഉള്ള അടുത്ത് നിർത്തിക്കോ. മെയിൻ ഡ്രൈവർക്ക്. അതെ അതെ. അഹമ്മദാബാദ് 216 കിലോമീറ്റർ. ഭയങ്കര ഒരു ഭയങ്കര മണം, കെമിക്കലിന്റെ പോലത്തെ. അതെ, ഇവിടെ ഒത്തിരി ഫാക്ടറികളുണ്ട്. അത് ബോംബെ ചെന്നാലും ഒക്കെ ഇങ്ങനെ ഈ ഫാക്ടറികൾ കൂടുതലുള്ള ഏരിയയിൽ ചെല്ലുമ്പോൾ ഇതുപോലൊരു കെമിക്കലിന്റെ സ്മെല്ലാ. കുറെ നേരം നമ്മൾ സ്മെൽ അടിക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലേഡി ഡ്രൈവർ വന്നു. ലേഡി ബൈക്ക് റൈഡർ. നമ്മളെ അന്തരീക്ഷം കണ്ടോ? മൊത്തം പുക മയവാ. നമ്മളിപ്പം അവിടെ നിന്ന് ഹൈവേ കയറിയ പിന്നെ ഈ 2 സൈഡും നോക്കിയാൽ കൃഷി സ്ഥലങ്ങളൊന്നുമില്ല. 2 സൈഡും ഓരോ കമ്പനികളും ഫാക്ടറികളും അല്ലേ നോക്കി. GSRTC ഗുജറാത്തിൻ്റെ ട്രാൻസ്പോർട്ടാണ്. പോലീസുകാർ പിടിച്ച കേട്ടോ ഈ വണ്ടി. എത്ര പേരാ നോക്കി അതിന്റെ മുകളിലിരിക്കുന്നത്. ഇനി നമ്മളെ കൃഷിസ്ഥലങ്ങളൊക്കെ കാണുന്ന എവിടെ ചെല്ലണം? കൃഷിസ്ഥലങ്ങളൊക്കെ ഇപ്പം ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് രാജസ്ഥാൻ്റെ മറ്റേ അഹമ്മദാബാദ് കഴിഞ്ഞൊക്കെ രാജസ്ഥാൻ്റെ മിക്കവാറും ഗ്രാമപ്രദേശങ്ങളിൽ കൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. ഈ കടയിലേക്ക് കയറിയേക്കാം. ഇനിയല്ലേ ഹോട്ടൽ തപ്പിപ്പോയി അല്ലേ? ഹോട്ടൽ പരിവാർ. അതെ, വലിയ ഒരുക്കമൊന്നും വേണ്ട. ചായ വേണോ? തലമുടി ഒന്ന് കേട്ടെ. ചായ വേണ്ട എനിക്ക്. സ്പെഷ്യൽ ചായ. സ്പെഷ്യൽ ബനാക്കി ചായ ആണോ? ബനാക്കി ചായ. ആ വണ്ടിയല്ലോ. അത് ശരി, കൊള്ളാം. കോ ഡ്രൈവർ കയറിയിരുന്നല്ലോ. ചായ കുടിക്കാൻ നിർത്തി 1.5 മണിക്കൂർ പോയല്ലേ? അതെ. മിനിമം 1 മണിക്കൂർ പോകും. അതെ അതെ. അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഓരോരുത്തരും കണ്ട് വർത്തമാനം പറഞ്ഞ. അതെ.
പിന്നെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി വരുമ്പോഴത്തേനും സമയമാകും. നിങ്ങൾക്കല്ലായിരുന്നോ ചായ വേണമെന്ന് നിർബന്ധം? ചായ കുടിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ എടിച്ചിരുന്നു. അല്ല, നിർബന്ധമൊന്നുമില്ലായിരുന്നു. പിന്നെ അത്രയും ഓടി വന്നല്ലേ, ടയറൊക്കെ ഒന്ന് നോക്കണ്ടേ. അതെ. അങ്കളേശ്വർ ലെഫ്റ്റിലേക്ക്, വാലിയ 23, ബറൂച്ച് 17, വഡോദര 89. ബറോഡയാ വഡോദര കേട്ടോ. ഇതാ നമ്മളെ കണ്ട ബോക്സ് കണ്ടോ? അതെ അതെ, അത് എന്നാ വലിയ ബോക്സ് അല്ലേ, അത് നല്ല വെയിറ്റ് ഉള്ള സാധനം കേട്ടോ. ഉള്ളറാ വലിച്ചോണ്ട് പോകുന്നത്. മോളിക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. വലിയ ഹൈവേ ഒന്നും അല്ലെന്ന് തോന്നുന്നു. ഇത് ഇതിനെ ക്രോസ് ചെയ്യാൻ, ഈ ഹൈവേ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൈ ഓവർ ആണെന്ന് തോന്നുന്നു. അങ്കളേശ്വരല്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞത്? അതെ അതെ, അത് ഈ പെട്രോ കെമിക്കൽ വ്യവസായത്തിന് പേരുകേട്ട സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ എല്ലാം ഭയങ്കര സ്മെല്ലല്ലായിരുന്നോ കെമിക്കലിൻ്റെ ഒക്കെ. ഒരുപാട് ഫാക്ടറികളുണ്ടായിരുന്നു രണ്ട് സൈഡും. വെൽക്കം ടു നർമ്മദ ബ്രിഡ്ജ് ടോൾ സെക്ഷൻ. നർമ്മദ ബ്രിഡ്ജ് ബറൂച്ചിലല്ലേ? ഇവിടെ ഈ നർമ്മദ, ഈ ബറൂച്ച് ബ്രിഡ്ജ് പഴയ ഒരു ബ്രിഡ്ജും ഉണ്ട്, പുതിയൊരു ബ്രിഡ്ജും ഉണ്ടല്ലോ. നമ്മൾ ഏത് ബ്രിഡ്ജേ കൂടെ ആയിരിക്കും പോകുന്നത്? നമ്മൾ പുതിയ ബ്രിഡ്ജേ കൂടെ ആയിരിക്കും പോകുന്നത്. ആയിരിക്കും അല്ലേ? അല്ലേ, വെൽക്കം ടു നർമ്മദ ബ്രിഡ്ജ് ടോൾ പ്ലാസ. ഇതിവിടെ കിടക്കാന്ന് തോന്നുന്നു. നമുക്ക് അപ്പുറത്തോടെ തന്നെ പോകാം. അതിലെ പോകത്തില്ലേ? പോലെ പോകുന്നേ. രണ്ട് സൈഡും നോക്കി നോക്കി പോകണം കേട്ടോ. ഇതല്ലേ പോകുന്നേ, അതിനുള്ള വീതിയൊന്നും നമുക്കില്ല. പിന്നെ ഓടിക്കുന്ന ആരാ? നൂല് പിടിച്ച് ഓടിക്കുന്ന പാർട്ടിയാ. നൂലും ബ്ലേഡും ചരടൊക്കെ പൊട്ടി. നമ്മളതേ നർമ്മദ നദിക്ക് കുറുകകള്. ഇത് കേബിൾ സ്റ്റേഡ് പാലം കേട്ടോ. നമ്മള് ഇവിടെ കണ്ട പോലെ അല്ലേ? ഒന്ന് ബോംബെയിലെ ആ പാലം, അതെ, കോട്ടയിലെ ഈയിടെ കയറിയ പാലം. കോട്ടയിലെ ഇത്രയും വലുതല്ലേ, ചെറുതാ. എനിക്കൊന്ന് ഈ പാലം വരുന്നതിന് മുമ്പായിരിക്കും അവിടെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഇതിന്റെ നീളമേ 1344 മീറ്ററാ. പടിഞ്ഞാറോട്ടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയായി നർമ്മദാ നദി. മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കൂടി ഒഴുകുന്ന നദിയാണ് നർമ്മദാ നദി. ഇതിങ്ങനെ ഒഴുകി അറബിക്കടലിലേക്ക് ചേരും. മധ്യപ്രദേശിൽ നമ്മൾ സ്ഥിരം പോകുമ്പം രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും അല്ലേ പോയി? മൂന്നും അല്ല, അതിൽ കൂടുതൽ. അവിടെ നല്ല വീതിയുണ്ട്. പക്ഷെ അതിലും വീതി ഇവിടെ ആണോ സംശയം? അല്ല, അവിടെയാ. ആണോ? ഈ നദികളൊക്കെ ഒഴുകി അറബിക്കടലിൽ ചേർന്നിട്ട് ഈ കടലിൽ തന്നെ മീൻ ഈ നദി വഴി കയറി വരാതെ മത്തിയിലേക്ക്. മത്തിയയിലൊന്നും ഇങ്ങോട്ട് കയറി വരുന്നില്ല അല്ലേ? അതിപ്പോ മത്തിയോടും അയലോടും ചെന്ന് ചോദിക്കണം. നമ്മളോട് ചോദിച്ചാൽ നമ്മളെങ്ങനെ അറിയാനാ? ഉപ്പില്ലാത്തതുകൊണ്ടാണോ വെള്ളത്തിന്? ആയിരിക്കും. ഭയങ്കര ഹോട്ടലുകളാ കേട്ടോ. എല്ലാം ലൈറ്റും ഒക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. അതെ അതെ, ഇത് പിന്നെ ഒരു മന്ദിരാണ്. ബറൂച്ചിൽ ആ പാലം വരുന്നതിന് മുമ്പേ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് ആയി പോകും, മണിക്കൂറുകൾ. അത് ഈ അതുപോലെ വണ്ടി തിരക്കല്ലേ. അഹമ്മദാബാദ് 169 കിലോമീറ്റർ, ഇവിടെ 580 രൂപ കേട്ടോ. 580. അതെ, അവിടെ നിന്ന് കണ്ടോ നല്ല നിരപ്പ് വഴിയല്ലേ. കരിമ്പുവണ്ടിയില്ലേ ശരിക്കും പറഞ്ഞാൽ ഇത്രയും തിരക്കുള്ള ഹൈവേയിലുവേ ഈ കരിമ്പുവണ്ടി ഇങ്ങനെ പോകുന്ന സർവീസ് റോഡ് ഇല്ല. അതാ, ഇത് പണ്ടത്തെ ഹൈവേ ആയതുകൊണ്ട് സർവീസ് റോഡുകളൊന്നുമില്ല. ഇപ്പോഴേ നമ്മൾ വഡോദര എത്താറായി. ഇപ്പം വൈകിട്ടെന്താ പരിപാടി? റൊട്ടി. ഇനി വെക്കുന്നില്ലേ? പിന്നെ എന്നാ കഴിക്കാനോ? ഇനി റൊട്ടി കഴിക്കാനോ? രാവിലെ ചോറ് വെക്കാം. ഇനി റൊട്ടി കഴിക്കാനോ? അപ്പൊ റൊട്ടി വേണ്ട, റൈസ് തന്നെയല്ലേ മേടിക്കാം. റൈസ് കിട്ടും. ഓ, റൈസ് ഒക്കെ കണക്കാ ഇവിടെ കിട്ടുന്നത്. കിട്ടുന്നേ. നമുക്കേ വഡോദരയിൽ നിന്ന് അഹമ്മദാബാദ് ഒരു എക്സ്പ്രസ് വേ. അപ്പൊ അവിടെ രാവിലെ പോയാലോ? രാവിലെ എക്സ്പ്രസ് വേ ഒക്കെ കണ്ടങ്ങ് പോവാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി നമുക്ക് വണ്ടി അവിടെ ഇട്ട് കുളിക്കുകയോ നനയ്ക്കുകയോ ഒക്കെ ചെയ്ത് രാവിലെ എടുത്ത് പോവാം. കണ്ടോ, ഒരു ചെറിയ ലോഡ് കിടക്കുന്നുണ്ടോ? ഒരെണ്ണം അല്ല, നോക്കങ്ങോട്ട് മുന്നോട്ട് 2-3 എണ്ണം. അയ്യോ, അതെ അതെ, ഇതൊക്കെ ആ ടോളിൽ കൂടെ എങ്ങനെ കടന്നു വരും അല്ലേ? അതെ, 4 വണ്ടി. വഡോദര ലെഫ്റ്റിലേക്ക് 12 കിലോമീറ്റർ, അഹമ്മദാബാദ് 131, ആനന്ദ് 58 കിലോമീറ്റർ. കണ്ടോ, താഴെ നൈറ്റ് സർവീസ് വണ്ടികൾ കയറുന്ന ഹോട്ടലാണ്. അഹമ്മദാബാദ് 130 കിലോമീറ്റർ. ഇതുണ്ടോ? അയ്യോ, ഇത് വലിയൊരു എന്തോ മിഷനറി കേട്ടോ. അതിന്റെ ബാക്കി ഇത്
അതെ മുന്നോട്ട് 2-3 റോഡ് മുന്നോട്ട് ഉണ്ട്. അതെ വരച്ചോണ്ട് പോകുന്നത് ഇതെല്ലാവേ ഇത് മറ്റേ പുള്ളറാ. ഇതുണ്ടോ എന്നാ വേദിക്കാന്ന് നോക്കി. ഇതെങ്ങനെ ഈ ടോളിൽ കൂടെ വന്നതെന്നാണല്ലോ മനസ്സിലാകാതെ. ഇത് കൊണ്ടുപോകണല്ലേ 6 ലൈൻ ഹൈവേ, അതിന് തന്നെ വേണമല്ലോ. അതെ താഴെ കണ്ടോ, ഇതേ ഒരു അടിപൊളി ഗുജറാത്തി കല്യാണമാണ് നടക്കുന്നത് താഴെ കേട്ടോ. വലിയ കല്യാണം തോന്നല്ലോ. വലിയ കല്യാണം എന്നാ പറയാ, പാലത്തിന് മുകളിലായി പോയി, ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി കണ്ടിട്ട് പോയായിരുന്നു. അതെ കല്യാണം കൂടായിരുന്നല്ലേ. ഇന്നലെ നമ്മള് പിന്നെ മറാഠി കല്യാണം അല്ലേ കണ്ടത്. അപ്പം ഇന്ന് രാജസ്ഥാനി കല്യാണം കാണായിരുന്നു. ഗുജറാത്തി കല്യാണം കാണായിരുന്നു. ഇപ്പഴേ ഡാബയൊന്നും കണ്ടില്ല. ഇപ്പം ഇവിടെ ചെറിയൊരു കടയുണ്ട്. കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. നമുക്കെന്നാ ഇവിടുന്ന് കഴിച്ചിട്ട് വിട്ടു പോയാലോ? അതെ ആദ്യം വിശപ്പ് മാറ്റാം അല്ലേ. കഴിച്ചിട്ട് വേണം പോവാം. ഇപ്പൊ ഒരു വണ്ടിക്കാരൻ ചോദിച്ചപ്പോ തന്നെ വഴി പ്രശ്നമുണ്ടെന്ന്. പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് മറ്റേ ആ റോഡിന്റെ ആക്സിഡന്റ് ചെയ്തതില് ബാക്കി എല്ലാ റോഡും ബ്ലോക്കായി, ഈ റോഡ് മാത്രമേ തുറന്നുള്ളൂ. അഹമ്മദാബാദ് റോഡേ ഉള്ളെന്ന്. രാവിലെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ആ റോഡ് എക്സ്പ്രസിന് ഇപ്പുറം എങ്ങാനും ഡ്രൈവർമാർ വന്ന് തടഞ്ഞാല് ബ്ലോക്ക് ആവുമെന്നൊക്കെയാണ് ഈ വണ്ടിക്കാരൻ പറയുന്നത്. അതുകൊണ്ടെന്നാ രാത്രി തന്നെ പോവാന്ന്. പുള്ളി സിംഗിൾ ഡ്രൈവറാണ്. പുള്ളി ജോധ്പൂർ വരെ ഉണ്ട്. പുള്ളി പറയുന്നത് നീ എന്റെ കൂടെ പോലെ ഞാൻ നിന്നെ അവിടെ കൊണ്ടുവിടാം, ഒരു കുഴപ്പമില്ല, നീ ആദ്യം പോകില്ലെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അതേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, അതായത് രാവിലെ വരുവാണ് എനിക്ക് ഇതെല്ലാം കണ്ടു വരത്തില്ലെന്ന് ചോദിച്ചാൽ പുള്ളിയോട് ചേട്ടാ ഒന്നും കാണാനില്ലെന്നാണ്. ഫുള്ള് എക്സ്പ്രസ് ഹൈവേ എന്നെ കാണാൻ ആകെ ഒരു പമ്പും ഇതും മാത്രമേ ഉള്ളൂ. പുള്ളിക്കൊന്നും കാണാനില്ല, പക്ഷെ നമുക്ക് ഒത്തിരി പുള്ളി സ്ഥിരം പോകുന്നതായിരിക്കും. പിന്നെ അവിടെ എക്സ്പ്രസിലേക്ക് കയറണമെങ്കിൽ 2 പാലമൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം പോകണ ഇച്ചിരി പാടായിരിക്കും. എന്റെ കൂടെ പോരാനാ പറഞ്ഞത്. നമുക്ക് ഇവിടുന്ന് എല്ലാം കഴിക്കാറുണ്ട്. കഴിച്ചിട്ട് പുള്ളിയോടെ പോകാല്ലേ. അതെ അപ്പൊ ഇന്ന് വൈകിട്ടത്തെ ഫുഡ് നമുക്ക് ദാവേന്ന് കഴിക്കാന്നാ. എന്നാ ഓർഡർ ചെയ്തേ? ചപ്പാത്തിയും മിക്സ് വെജും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ പപ്പടം കൊണ്ടുതോണ്ട്, നല്ല ചുട്ട പപ്പടം കേട്ടോ. നല്ല നല്ലല്ലേ ചുട്ട പപ്പടം വന്നിട്ട് ഒത്തിരി നാളായിരുന്നു. അപ്പുറത്തെ ടേബിളിൽ പറഞ്ഞ പപ്പടമാണ്. തവ റൊട്ടിയും മിക്സ് ബാജി എത്തിയിട്ടുണ്ട്. റൊട്ടി നല്ല സോഫ്റ്റ് ആട്ടോ. നല്ല റൊട്ടിയാ. നല്ലാണോ? കവോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു അല്ലേ? നല്ല ഫുഡായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങ് ഓടാം അല്ലേ? കുറച്ചുകൂടെ ഓടാം. ഈ വണ്ടി അങ്ങോട്ടുള്ള ജോധ്പൂരിനുള്ള വണ്ടിയാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ പോരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചങ്ങ് പോയിട്ട് നോക്കാം. പുള്ളി ചായ കുടിക്കാൻ പോയതാ. ഇപ്പോൾ ഒരു മെയിൻ ഡ്രൈവർ റെസ്റ്റിലല്ലേ? ഉച്ച കഴിഞ്ഞ് റെസ്റ്റിലാണല്ലോ. ഇനി അധികം ഓടുന്നില്ലല്ലോ. പൂജ വഴിപാടുമൊക്കെ നടന്നോണ്ടിരിക്കുക വണ്ടിക്കകത്തോ? ജാടുവേ ലോഡെന്നാന്ന് ചോദിച്ചു. ജാടുവാന്ന് പറയുമ്പോ ലൈറ്റ് ലോഡാണല്ലോ. ലൈറ്റ് ലോഡാണല്ലോ അല്ലേ? ഞാൻ പറഞ്ഞ 22 എണ്ണുണ്ടെന്നേ. പുള്ളി ഇങ്ങനെ വാ വിളിച്ചിരിക്കുന്നത്. പുള്ളിക്ക് 22 എണ്ണ. ജാടു എന്ന് പറയുമ്പോ എല്ലാവരുടെയും വിചാരം ഈ ലൈറ്റ് സാധനമല്ലേ. വെയിറ്റ് കാണുകയല്ലെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ബറോഡ കഴിഞ്ഞ് ഇപ്പോൾ അഹമ്മദാബാദ് റോഡിൽ എക്സ്പ്രസ് വേയിൽ കയറും. ഞാൻ ഈ വഴിക്ക് ഒന്ന് പോയിട്ടുണ്ട്. 2014-ലോ 2017-ലോ കാശ്മീർ പോകാൻ വേണ്ടിയിട്ട് പോയാൽ, ശ്രീനഗർ പോകാൻ വേണ്ടി. ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ പോയ ചേട്ടാ ആയിരിക്കും. 2014-ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വഡോദര ഇത് NE1 എക്സ്പ്രസ് വേ അഹമ്മദാബാദ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നോട്ട് അലൗഡ്. എന്നാക്കിയാന്ന് നോക്കിയേ, ബൈക്ക്, ട്രാക്ടർ, സൈക്കിള്, സ്കൂട്ടർ, ഇതൊന്നും ഒത്തിരി സാധനങ്ങളുണ്ട്. നടന്നു പോകാൻ പാടില്ല. ഇതുണ്ട് നാഷണൽ എക്സ്പ്രസ് വേ. താഴേക്ക് നോക്കിയേ, മൊത്തം വഴികളാണ്. അതാണ് ഈ റോഡെല്ലാം ഇങ്ങനെ വന്നപ്പോ ഒരു മൊത്തം കൺഫ്യൂഷൻ അല്ലേ? ഇങ്ങനെയുള്ളിടത്തോട്ട് ഇറങ്ങുമ്പോഴേ നമുക്കൊരു ടെൻഷനും ഇല്ല. മുന്നിൽ വണ്ടി ഉണ്ടല്ലോ, അതുകൊണ്ടല്ല നമുക്ക് വഴി അറിയത്തില്ല. അതെ, പിന്നെ ടെൻഷൻ വഴി അറിയാമെങ്കിൽ ടെൻഷൻ അടിച്ചാൽ മതി അല്ലേ? ബൈക്ക് കയറില്ലെന്ന് പറഞ്ഞിട്ട് റോങ് സൈഡ്. അതെ അതെ, വരുന്നുണ്ടോ? അതെ. വെൽക്കം ടു മഹാത്മാഗാന്ധി എക്സ്പ്രസ് വേ, അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് വേ. മഹാത്മാഗാന്ധി എക്സ്പ്രസ് വേ എന്നാ പേരിട്ടേക്കുന്നത് അല്ലേ? യു ആർ ഓൺ നാഷണൽ എക്സ്പ്രസ് വേ 1. ടോളതേ വന്നു കേട്ടോ, 5 കിലോമീറ്റർ. അഹമ്മദാബാദ് 91 കിലോമീറ്റർ, ജയ്പൂർ 749. ഡു നോട്ട് സ്റ്റോപ്പ് ഓൺ എക്സ്പ്രസ് വേ. ബോംബെ പുനെ എക്സ്പ്രസ് വേ 95 കിലോമീറ്ററാണ്. ഇതും ഏകദേശം അത്രേ ഉള്ളൂ, 93-94 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ഇത് ഡബിൾ ലൈനേ ഉള്ളൂ, അതായത് 4 ലൈനാണ്. ഇവിടെ എത്ര രൂപ നോക്കിയേ, ലോറികളെ ഉള്ളൂ അല്ലേ? കാറൊക്കെ വളരെ കുറവാണ്. ഇവിടെ 800 രൂപ തോന്നുന്നു. ഇവിടേക്കേ നിർത്താൻ പറ്റുള്ളായിരിക്കും, ഇടയ്ക്കൊന്നും പിന്നെ ഒന്നും കാണുകയില്ല.
ആ ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ നിർത്തിയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് ചെല്ലുന്നിടത്തൊന്നും ഒരിടത്തും ഇടയ്ക്കൊന്നുമേ ട്രക്ക് പാർക്കിംഗ് ഒന്നും കാണുകയില്ല. വേറെ ഇവിടെ കിടന്ന് ഇറങ്ങിയിട്ട് രാവിലെ ഏകം നിക്കർ പോലും കാണിയല്ല. അത് പറയാൻ പറ്റില്ല, കള്ളന്മാരൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ എവിടെയെങ്കിലും നല്ലപോലെ ഇതിനിടയ്ക്ക് ട്രക്ക് പാർക്കിങ്ങും പമ്പും ഒക്കെ വേണ്ടതാണ്. ഉദയ്പൂര് 333 കിലോമീറ്റർ. ബോംബെ കണ്ടാളെ മേളിക്ക് വേണമെങ്കിൽ ആ പാർക്കിങ്ങും സൗകര്യമൊക്കെ ഉണ്ടല്ലോ. അല്ല, ബോംബെ എക്സ്പ്രസ് വേയിലും ബോംബെ പുനെ എക്സ്പ്രസ് വേയിലും പാർക്കിംഗ് നല്ലപോലെ ഉണ്ടെന്ന് പറയാൻ പറ്റിയില്ല. ലോറിക്കൊന്നും അധികമില്ല, എല്ലാ അതിലേക്ക് കൊണ്ട് നിർത്തുകയല്ലേ ചെയ്യുന്നത്. അതോ കള്ളന്മാരുടെ പേട്ട. എക്സ്പ്രസ് വേയിലെ ലോറികളെല്ലാം ആണേലും നല്ല സ്പീഡിലാണ് പോകുന്നത്. എക്സിറ്റ് 1 കിലോമീറ്റർ ഏതാണെന്നറിയോ? മുംബൈ ഡൽഹി എക്സ്പ്രസ് വേയിലേക്കുള്ള വഴിയാണ് NE4. ലെഫ്റ്റിലേക്ക് ഡൽഹി, അഹമ്മദാബാദ് നേരെ. അപ്പം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിൽ ഇറങ്ങിപ്പോവാം. വെൽക്കം ടു ആനന്ദ് ഡിസ്ട്രിക്ട്. ഡൽഹി 898, ജയ്പൂർ 637, ഉദയ്പൂർ 278, രാജ്കോട്ട് 246, ഉദയ്പൂർ 273. ഇതാണല്ലോ അടിപൊളി വഴിയല്ലേ? സൂപ്പർ വഴിയാണ്. ഇവിടെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്നറിയോ? ഈ ഡിവൈഡറിൽ നടുക്ക് നിൽക്കുന്ന ആ ചെടിയെല്ലാം വെട്ടി നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഉണ്ടോ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റ് നമുക്ക് നേരെ അടിക്കത്തേ ഇല്ല, മുഖത്തോട്ട് വെട്ടം. വെൽക്കം ടു അഹമ്മദാബാദ് ഡിസ്ട്രിക്ട്. ഇതൊരു വലിയ നദിയാണെന്ന് തോന്നുന്നല്ലോ, കാരി റിവർ. കാരി റിവർ ചെറിയ റിവറാണ്, ചെറുതായിരുന്നു. പാലത്തിന് നീളം കണ്ടപ്പോൾ നമ്മൾ ഓർത്തേ വലിയ നദിയായിരിക്കുന്നു, പക്ഷെ ചെറിയ നദിയായിരുന്നു. താഴോട്ട് നോക്കി ഇരുട്ടല്ലേ, ഒന്നും കാണാനും പറ്റുന്നില്ല. താഴോട്ട് ഇരുട്ടാ, ഒന്നും കാണുന്നില്ല. പോർബന്ദർ, രാജ്കോട്ടൊക്കെ പോകണ്ട, ഇവിടുന്ന് ഇറങ്ങണം. ഗാന്ധിനഗർ, ഉദയ്പൂർ, ജയ്പൂർ, ഹിമ്മത്ത് നഗർ. അപ്പോൾ ആ റൂട്ടിലാണ് നമുക്ക് തിരിയേണ്ട കേട്ടോ. മെസ്സാനെയാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴി ലെഫ്റ്റ് ഇറങ്ങി. നമുക്ക് മിക്കവാറും അവിടെ നിന്ന് കയറിയ ടോളിൻ്റെ മെസ്സേജ് വന്നില്ല, അപ്പോൾ ഇവിടെ ടോള് കട്ടാവുള്ളായിരിക്കും. ടോൾ ഇവിടെ ഇറങ്ങുന്നിടത്താ. എക്സ്പ്രസ് വേ എല്ലാം അങ്ങനെയാണല്ലോ, എത്ര കിലോമീറ്റർ ഓടി നോക്കിയിട്ട്. അതെ, അതിനനുസരിച്ചായിരിക്കും ചാർജ്. ചെയ്യുന്നത്. നൈറ്റ് സർവീസ് വണ്ടികൾ ഒരുപാട് കണ്ടു നമ്മളിപ്പോൾ. ഇവിടെ ഒന്ന് നിർത്തുകയാണല്ലേ മറ്റേ വണ്ടിക്കാരൻ വരുന്നോന്ന് നോക്കാം. പുള്ളി പുറയിലായി പോയില്ലായിരുന്നോ നമ്മോട് പറഞ്ഞേ? ഉണ്ടെങ്കിൽ പുള്ളിയുടെ കൂടെ പോവാം. നമ്മളൊന്ന് നിർത്ത്. കണ്ടപ്പോൾ നമ്മുടെ വണ്ടിക്കാരൻ വന്നു. പുള്ളി ആദ്യം വിട്ടു പോന്നിട്ട് ഇടയ്ക്കൊന്ന് പതുങ്ങിയല്ലോ. ഇതിങ്ങനെ കറങ്ങി ആ ഹൈവേയിലേക്ക് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ഇതേണ്ട ഉദയ്പൂർ, ഗാന്ധിനഗർ ഒക്കെ ഈ ഹൈവേയാണ്. ഗാന്ധിനഗർ 33, ഹിമ്മത്ത് നഗർ 80, ഗോദ്ര 125 കിലോമീറ്റർ. അഹമ്മദാബാദ് റിംഗ് റോഡ്. നമ്മുടെ വണ്ടിയിലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിക്കാരൻ ഇവിടെ നിർത്തി നോക്കാം. ഈ വണ്ടിക്കാരനെ പുള്ളി വേറെ വഴിക്കാണ് പോകുന്നത്, ഹിമ്മത്ത് നഗർ വഴിയാണ് പോകുന്നത്. നമ്മൾ ആ വഴിയല്ല പോകുന്നത്, നമ്മൾ മെസാന, പാലൻപൂർ അങ്ങനെ പോകുന്നത്. അപ്പോൾ കുറച്ചങ്ങോട്ട് നിന്നിട്ട് പുള്ളി തിരിഞ്ഞു പോകും, നമ്മൾ വേറെ വഴിക്കും പോകും. പുള്ളി പോകുന്ന വഴി ടോള് കുറവുള്ള വഴിയാണ്. 500 രൂപയെ ടോള് വരുള്ളതെന്ന് പറഞ്ഞു. നമ്മൾ പോകുന്ന വഴി 3000 രൂപ ടോളും വരും. അപ്പം ആ വഴിക്ക് കുറച്ച് ട്രാഫിക്കും തിരക്കുമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ജംഗ്ഷനുകൾ കൂടുതലുണ്ടാവും എന്ന് പറഞ്ഞു. അല്ല, നല്ല ടോൾ കൊടുത്താലും നല്ല വഴിക്ക് ഫ്രീ ആയിട്ട് പോകാമല്ലോ. നമുക്ക് അതുകൊണ്ട് നല്ല വഴിക്ക് പോവാം. നല്ല വഴിക്ക് പോവാം. ടോളിൻ്റെ 2000 രൂപ മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ. അതെ, അവർ ടോളിൻ്റെ പൈസ നോക്കുന്നില്ല. ഈ ട്രാഫിക്കിലെല്ലാം നമ്മൾ നിർത്തി ഗിയർ മാറി സമയവും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ല വഴിക്ക് ഓടിപ്പോകുന്നതാണേ നല്ല ടോൾ കൊടുത്താലും. ഡീസൽ കിട്ടുമല്ലോ. ഡീസൽ മൈലേജ് കിട്ടുമല്ലോ. അഹമ്മദാബാദിൻ്റെ ഔട്ടർ സൈഡാണ് ഇതൊക്കെ. പുള്ളിയെ സിംഗിൾ ഡ്രൈവറല്ലേ, ഇടയ്ക്ക് നമ്മൾ മുന്നേ കയറി പോകുന്നുണ്ട്. പിന്നെ പുള്ളിയെ കാണാൻ എനിക്ക് ഉറക്കം വന്നിട്ടേ ചിലപ്പോൾ അതൊക്കെ പോരുമായിരുന്നു തോന്നുന്നത്. എന്നോട് ചോദിച്ചു, നീ എൻ്റെ പുറയിലായിരുന്നു, നീ എൻ്റെ മുന്നിൽ കയറി പോയതല്ലേ, പിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ. ഞാൻ ആ ടോളിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. കണ്ടില്ലെന്ന് അതിനാന്ന് വെച്ചാൽ ചെറിയ മയക്കത്തിൽ വന്നിട്ടേ അവിടെ എങ്കിലും കടയില്ല, നിർത്തി ഒരു ചായ പോലും കുടിക്കണമല്ലോ. വലിയ ഹോട്ടലുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. എല്ലാം വലിയ ഹോട്ടലാണ്. അഹമ്മദാബാദിൻ്റെ ഔട്ടർ റിംഗ് റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. എവിടെയെങ്കിലും ആരും കാണാത്തതുകൊണ്ടേ ടോളില്ലായിരിക്കും എന്ന് ഓർത്ത് നിർത്തുകയായിരിക്കും. അതൊന്നും അല്ല, ഉണ്ട്. അപ്പോഴേ ഇതിനിടയ്ക്ക് നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ കഥാനായിക ഉറങ്ങിപ്പോയി. വെറുതെ ഇരുന്ന് മടുത്തിട്ട് ഉറങ്ങിപ്പോയതാണ്. അന്തരീക്ഷത്തിൽ ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞാണോ പൊടിയാണോ? അതെ, മഞ്ഞാണോ പൊടിയാണോ എന്നാന്നറിയില്ല. ഇപ്പോഴേ ഏറ്റവും അടുത്ത് കാണുന്ന ഡാബയിൽ കയറ്റി വണ്ടി ഒതുക്കുക, കിടന്നുറങ്ങുക. ഉറക്കം വരുമെന്ന് പറഞ്ഞാൽ അത്ര ശക്തിയായ ഉറക്കം വരുമല്ല, കിടന്നാൽ അപ്പം ഉറങ്ങും. അല്ലെങ്കിലും കിടന്നാൽ നീ എപ്പോൾ കിടന്നാലും ഉറങ്ങുമല്ലോ.
ഗാന്ധിനഗർ 17, എയർപോർട്ട് 9, മെസാന 77. ഇതേതോ വലിയ നദിയാണ്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഈ വഴിക്ക് 3500 രൂപ കൊണ്ട് ടോളുണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് ഇനി ഒരു ഡാവ കാണണമെങ്കിൽ കുറേ ഇനിയും പോകണമെന്ന് തോന്നുന്നു. ടൗൺ നല്ലപോലെ വിട്ടിട്ടില്ല ഇതുവരെ. ഡാബ കണ്ടുപിടിച്ചിട്ട് ഉറക്കം നടക്കുമെന്നുള്ളത് ഇപ്പോൾ. അതെ അതെ അതെ, ഇവിടെയൊക്കെ ഒത്തിരി പൊക്കവും വീതിയുള്ളതൊന്നും പോകത്തില്ലല്ലോ. വഴികൾ അണ്ടർ പാസേജാണ്. ആ, ഈ വെല്ലിലോടൊക്കെയാണ് മറ്റേ നമ്മളാ വഴി കിടക്കുന്ന കണ്ടായിട്ടൊക്കെ ഇതിലോ വരേണ്ടതാണെങ്കിൽ എങ്ങനെ പോകുന്നു? അത് ഇതിലെല്ലാം വേറെ വഴി ഉണ്ടായിരിക്കും. കറങ്ങി വല്ലതും പോയായിരിക്കും. ആ, ഇത് കൊള്ളാമല്ലേ, നല്ല കളറ്. ലൈറ്റ് കൊടുത്തേക്കുന്നത്. ഹൈക്കോർട്ട് ലെഫ്റ്റിലേക്ക്, ഗാന്ധിനഗർ റൈറ്റിലേക്ക്. ഗാന്ധിനഗർ കോട്ടയമാണോ? അതെ, കോട്ടയത്തെ ഗാന്ധിനഗറാണോ? എന്നാൽ വീട്ടിൽ ചെല്ലാറായല്ലോ. ആ, നല്ല സൂപ്പർ വഴിയാണ് അല്ലേ? നല്ല വഴിയാണ്. ആ, ടോള് കൊടുത്താൽ തന്നെ. അതാ നമ്മൾ മറ്റേ വഴി വണ്ടിക്കാരൻ പോയ വഴിക്ക് പോകാതെ അല്ലേ പോകാന്ന് വെച്ചോണ്ടോ. എന്തായാലും ദൂരം ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. അതറിയത്തില്ല, എന്നാലും ഇത് NH 147. അപ്പം ധാബ നോക്കി വന്നിട്ട് ധാബയൊന്നും കണ്ടില്ല. പമ്പിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. ഇനി പമ്പുകാർ വന്ന് പറഞ്ഞു വിടുമോന്ന് അറിയത്തില്ല. എന്നാണേലും മറ്റേ അപ്പുറത്ത് ആദ്യം കയറി പമ്പിൽ ഇടയില്ലാത്തതുകൊണ്ട് നടന്നില്ല. അതെ, ഇതിപ്പം വഴി സൈഡിലാണ് കിടക്കുന്നത്. എന്തായാലും നോക്കാം, നമുക്ക് കിടക്കാം. വന്ന് വിളിക്കുവാണെങ്കിൽ അന്നേരം ഇടയിട്ട് പോവാം. അല്ല, വഴി സൈഡിൽ നിന്ന് പറഞ്ഞാൽ സർവീസ് റോഡും കഴിഞ്ഞ് വെളിയില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആരും വിളിക്കല്ല. ഇപ്പം സമയം 2:15. നമ്മുടെ മെയിൻ ആൾ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഇപ്പം ഇന്ന് വൈൻഡപ്പ് ഇല്ലല്ലേ. അതും കൂടെ ചേർത്ത് രാവിലെ ചെയ്യാം. രാവിലെ ബാക്കിയൊക്കെ നാളെ നമ്മുടെ നായിക വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. കണ്ണീന്ന് ഉറക്കം ഇങ്ങനെ തൂത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. അതെ.